ഞാൻ എപ്പോഴും പറയാം, ഞാൻ പറഞ്ഞ പേറ്റന്റ് ഒരു മേക്കിംഗ് സാധനം കാരണം അപ്പോഴാണ് നമ്മളത് അറിയാൻ പോകുന്നത് എന്നുള്ളതാണ്. യു വിൽ ബി അമേസ്ഡ്. Lot of sequences that you saw was absolute CG and you never could make it out. അപ്പോ let me welcome another person. ലോഡാ നമ്മളെ പോലെ തന്നെ ആർജി ആണ് അദ്ദേഹം. അദ്ദേഹം ഈ സിനിമയുടെ ഭാഗമാണ്. അദ്ദേഹത്തെ കൂടി നമുക്ക് Okay, so all the way from Doha, if I'm not wrong, right? Ladies and gentlemen, put your hands together for Suraj. RJ Suraj, everyone. Very familiar face ആണ്. Social media യിൽ നമ്മൾ കണ്ടു, റേഡിയോയിലൂടെ നമ്മൾ കേട്ടു, and then now you are on the big screen. മമ്മൂക്കയുടെ കൂടെയും കണ്ടു സിനിമയിൽ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു സിനിമ അത്രയും ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മഹേഷാനെ ഒരുപാട് ദിവസം ശല്യപ്പെടുത്തി അങ്ങോട്ട് ചാൻസ് ചോദിച്ചിട്ടാണ് എനിക്കൊരു ഈ ഒരു ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമായിട്ട് ഒരു ചെറുതായിട്ട് അങ്ങനെ നിൽക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അത് സാധിച്ചു വന്നു. താങ്ക് യു. ആൻഡ് സിനിമ വേൾഡ് വൈഡ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. Thank you. Okay. എല്ലാവരും ഹാപ്പി? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? അല്ലേ ഹാപ്പി ആയെങ്കിൽ നമുക്ക് നിർത്താതെ അല്ലേ? എന്ത് വേണം പറയൂ? മമ്മൂട്ടി ആരെ വേണം നിങ്ങൾക്ക് പറയൂ? When I say 1, 2, 3 at the top of your lungs, shout out the name and then I'll welcome him in. Ladies and gentlemen, the star that has been ruling the Indian box office, the Indian cinema, the king of Malayalam cinema, ladies and gentlemen, the one and only welcome. മലയാളത്തിന്റെ എന്റെ നിങ്ങളെ എല്ലാവരെയും മമ്മൂക്കെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യട്ടെ. പ്ലീസ് പ്ലീസ് ഇത് കണ്ടു കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പൊ പടം ഇഷ്ടമായവർ ചോദിക്കട്ടെ, നമുക്ക് ചോദിക്കട്ടെ, പടം ഇഷ്ടമായവർ മാത്രം make some noise. ഡാനിയൽ ജെയിംസ് ആണോ വിമതൻ സാധാരണ എനിക്ക് നിങ്ങളോട് വളരെ റെസ്പെക്ട് തോന്നുന്ന ഒരു കാര്യം, ഈ തിയേറ്ററിൽ ഇരിക്കുന്ന ആളുകളോട് എനിക്ക് പ്രത്യേക സ്നേഹം തോന്നുന്നു. കാരണം ഇന്നലെ രാവിലെ ഈ സിനിമ ഇറങ്ങിയപ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പലരും ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് വന്നിരുന്ന് സമയമെടുത്ത് ശ്വാസം പിടിച്ച് കുറേ അഭിപ്രായങ്ങൾ വന്നു. അതൊന്നും നിങ്ങൾ ചെവിക്കൊള്ളാതിരുന്നു നന്നായി. കാരണം അത് കേട്ടിട്ടും അതിനെ വകവയ്ക്കാതെയാണ് നിങ്ങൾ വന്നിരുന്നു എന്നുള്ളത്. നിങ്ങൾ എനിക്ക് പറഞ്ഞാൽ ഇത്രയും സ്വാഭിമാനമാണ് അവർ വേറെ കാണുന്നത്. കാരണം അതാണ് ദുബായ്. ഒരു അഭിപ്രായം കേൾക്കാതെ ഞങ്ങൾ കണ്ടിട്ട് അഭിപ്രായം ഞങ്ങൾക്ക് നല്ലത് ചീത്തോ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞ് എന്ന് തീരുമാനിച്ചിറങ്ങിയവരാണ്. നിങ്ങളുടെ ഈ എന്താ പറയുക, നിങ്ങളുടെ ഈ തീരുമാനത്തെ എനിക്ക് ബഹുമാനപൂർവ്വം പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങളാണ് യഥാർത്ഥ സിനിമാ പ്രേക്ഷകർ. വേറൊന്നുകൊണ്ടല്ല, ശരിയാണോ നേരാണോ ഞങ്ങൾ കണ്ട് തീരുമാനിക്കാമെന്ന് തീരുമാനിച്ചിറങ്ങിയ നിങ്ങളുടെ ഈ തീരുമാനത്തിനോട് എനിക്ക് അതിയായ ബഹുമാനമുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഈ സിനിമ നിങ്ങളെപ്പോലെയുള്ളവർക്ക് വേണ്ടിയുണ്ട്. അല്ലാതെ തിരിച്ച് നമുക്കേടുന്ന ഒരു കാര്യം പറയാനുണ്ട്. മമ്മൂക്കയുടെ നമ്മളൊരു നന്ദി പറയും. അതായത് ഇപ്പൊ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് വേണേലും മമ്മൂക്കയ്ക്ക് കാണാം. എന്തിന്? വീട്ടില് ക്യൂബ് വരുന്നുണ്ട്, അപ്പൊ അവിടെ ഇരുന്ന് വേണേലും കാണാം, സ്വസ്ഥമായിട്ട് കാണാം. പക്ഷെ യു ചോസ് ദുബായ് ടു വാച്ച് ദ മൂവി. അതിനുള്ള സ്നേഹമൊന്ന് ഉറച്ചൊന്ന് അറിയിച്ചു കൊടുത്തേ. അത് തന്നെയാണ് എനിക്കറിയാം. നിങ്ങൾക്ക് എല്ലാവരും എത്തി നിൽക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും
എല്ലാവരും ഒരു നമ്മുടെ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം അല്ലേ? അതൊക്കെ ആഗ്രഹമുണ്ട്. അറിയാതൊക്കെ വരും. ആർക്കെങ്കിലും സിനിമ കണ്ടതിന് ശേഷം എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ദിസ് യുവർ ടൈം. I can take maybe 2 or 3 questions. That's it. ഇവിടെ പ്രസ് ഒന്നും ഇല്ല നോക്ക. ഒള്ളി നേരത്തെ പ്രസ് ഉണ്ടായിരുന്നു. ഇവിടെ പ്രസ് ഒന്നും ഇല്ല. സാധാരണക്കാർ മാത്രമേ ഉള്ളൂ. യെസ് പറയൂ. എന്തിനാ നയൻതാരയായിട്ട് സെപ്പറേറ്റഡ് ആയത്? ചേച്ചി സെപ്പറേറ്റ് ആയില്ല, വേറെ ജീവിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഡിവോഴ്സൊന്നും ആയിട്ടില്ല, വേറെ ഗേൾ ഫ്രണ്ട് ഉള്ളത് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ എല്ലാവർക്കും ആയി തുടങ്ങി. പുതിയ കാലഘട്ടത്തിന്റെ പ്രതിഫലനം. താങ്ക് യു. സെയിം ടു യു. Definitely, I'll take one. I'll take one. Yeah, just come. മമ്മൂക്ക, ഇതൊരു ഭയങ്കര ഡിഫറെന്റ് മൂവി ആയിരുന്നു കമ്പാരിറ്റീവ്ലി അതർ മൂവീസ്. ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ചോദ്യമില്ല. താങ്ക് യു. വേറെ എന്താ ഉള്ളത്? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരെണ്ണം കൂടിയാണ്. ഒറ്റ ചോദ്യം കൂടി ഞാൻ എടുക്കും. കം ഫോട്ടോ എടുക്കാൻ ഇപ്പോൾ എടുക്കാം. എടാ ആധാർ നമുക്ക് സൈൻ ചെയ്യാനുണ്ട്. ഫോട്ടോ എടുക്കാം. ഞാൻ പറയാം. ആഹാ നമുക്ക് വേണ്ടി തൊപ്പിയിലൊപ്പിട്ട് കൊടുക്കാൻ ചോദിച്ചു നോക്കാൻ. ഞാൻ തോറ്റ് തൊപ്പിയിട്ട് നിൽക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം. നമുക്ക് നാട്ടിൽ വെച്ച് നമുക്ക് ചെയ്തതുപോലെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു സെൽഫി തരുമോ? ഒരു വീഡിയോ സെൽഫി. ഈ തൊപ്പി തൽക്കാലം പിടിച്ചാൽ ഞാനിത് കഴിഞ്ഞ് ചോദിക്കാം. പിടിച്ചോ പിടിച്ചോ. ഈ പേര് തന്നെ ആരാണെന്ന് ചോദിച്ചത്. എല്ലാവരും പറഞ്ഞോ. നമ്മളെ ധ്രുവിനെ കൂടി അറിയാറുണ്ട്. പേട്ട ടീമിനെ കൂടി അറിയാറുണ്ട്. ആഹാ താങ്ക് യു. ഒറ്റ ഫോട്ടോ അല്ല ഒറ്റ ഫോട്ടോ അല്ല. ഓക്കെ എല്ലാ സൈഡിലും എടുത്തിട്ടുണ്ട്. വാ സെൽഫി പൂരി. ഒന്നുകൂടെ വേണം. നമുക്ക് ഈ സൈഡ് ആലോചിച്ചോക്കെ. ഞാൻ പറഞ്ഞില്ല, നമുക്ക് തന്നെ പറഞ്ഞ സൈഡിലോട്ട് വരുന്നത്. ഓക്കെ ഇത്രയും പ്രൊമോഷൻസിനിടയിൽ നമ്മൾ കാണാൻ വന്നു. നിങ്ങൾ സിനിമ കണ്ടിട്ട് one more time make some noise for everyone. സന്തോഷം നിങ്ങളെ കാണാൻ വേണ്ടി തന്നെയാണ്. Wow!